ഹലോ ഗായ്സ്, ഒരു 2 വർഷം മുമ്പിട്ട ആ വീഡിയോ പോലെ തന്നെ റീക്രിയേഷൻ ചെയ്യാൻ നോക്കുന്ന വീഡിയോ ആണ് ഗായ്സ് ഇത്. പക്ഷേ എനിക്കും മനസ്സിലാകുന്നില്ല, നിങ്ങൾക്കും മനസ്സിലാകുകയില്ല എന്ന് വിചാരിക്കുന്നു. ഏതൊക്കെയായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്ക്. ആൻറ്റിയുടെ വീടായിരുന്നു, ഇപ്പോൾ ആരും താമസമില്ല. പിന്നെ വേറെ ഒരു ആൻറ്റിയുടെ വീടുണ്ട് ഗൈസ്, ചീഞ്ഞ ചക്ക. ഇപ്പം എന്താണോ ഇവിടെ കാട്ടുപന്നിയുടെ ശല്യമൊന്നുമില്ല, അല്ലെങ്കിൽ ആ ചക്കയൊന്നും കാണുന്നില്ല ഗൈസ്. ദേ കാണുന്ന കൊടുങ്കാട് കണ്ടോ, അതിൻ്റെ അകത്തൊരു വീടുണ്ട്. അതും എൻ്റെ ഒരു ആൻറ്റിയുടെ വീടാണ്. വീട് കാണാൻ പറ്റുകയില്ല. എന്തിയേ അയ്യോ, വീടിൽ കാണുന്നില്ല. അവിടെ ഒരു വീടുണ്ട് ഗായ്സ്. പിന്നെ താഴെ എൻ്റെ വീട്, അത് ഞാൻ ഇപ്പോൾ കാണിക്കാം. ഇതാണ് നമ്മുടെ വഴി. മൊത്തം കാട് പിടിച്ച് പോയി. പയ്യെ ഇറങ്ങിപ്പോയി നോക്കാം എങ്ങനെയാണ് ബാക്കി കേസെന്ന്. ഇടയ്ക്ക് ഇവിടെ നമ്മളൊരു ചേട്ടൻ വരുന്നത് കൊണ്ട് വഴിയൊന്നും അടഞ്ഞിട്ടില്ല. വഴിയെല്ലാം ഇതേപടി ഇങ്ങനെ കിടപ്പുണ്ട്. ഇനി മുറ്റത്തൊന്ന് ഇറങ്ങിച്ചെന്ന് നോക്കണം. ഇതാണ് ഗൈസ് എൻ്റെ വീട്. വഴിയെല്ലാം കവാടം പോലെ ചെടികളും മരങ്ങളും കൊണ്ട് മൊത്തം അടഞ്ഞിട്ടുണ്ട് ഗൈസ്. എൻ്റെ വീടിൻ്റെ അവസ്ഥ ആരൊക്കെയോ വന്ന് പറമ്പൊക്കെ തെളിച്ചിട്ടിട്ട് പോയിട്ടുണ്ട്. മിക്കവാറും അനിയൻപുള്ളി ആയിരിക്കും ഗൈസ് വീട്. കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പം ഇവിടെയായിരുന്നു പാമ്പ്. ഈ പ്രാവശ്യം ഉണ്ടല്ലോ ഗൈസ്, ഇതാണ് പാമ്പ്. പാമ്പ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാണുമെന്നോ ആർക്കും അറിയത്തില്ല. കൊല ഗൈസ്. ഇത് നിങ്ങൾ വെട്ടി വെച്ചാണോ? പാമ്പിനെ ഉപദ്രവിക്കുന്നില്ല, വെറുതെ എന്തിനാ കടി വാങ്ങുന്നത് ഗൈസ്. ഇപ്പോഴിവിടെ നിന്നൊരു കൂണ് കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ പാവക്കൂണാണ് ഗൈസ്. നമുക്കെന്തെങ്കിലും കാണിക്കായിരുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമുക്ക് പറമ്പിലോട്ട് ഇറങ്ങിപ്പോകാം. അയ്യോ, ആള് വരവ് കുറവായതുകൊണ്ട് ഗായ്സ് കൊക്കോ എല്ലാം പോയി തുടങ്ങിയിട്ടുണ്ട്. കൊക്കോ പോയി, പിന്നെ എല്ലാം കാട് കയറി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഗായ്സ്, മൃഗങ്ങളുടെ വിളയാട്ടമാണ് ചക്ക. ഇത് കുരങ്ങ് പറിച്ച് തിന്നുന്ന, അണ്ണാൻ പറിച്ച് തിന്നുന്ന, മരപ്പെട്ടി പറിച്ച് തിന്നുന്നതൊക്കെയാണ് ഗായ്സ് ചക്ക. വലിയൊരു പ്ലാവാണ്. പിന്നെ ഈ പ്ലാവൊക്കെ ഉള്ളത് കൊണ്ട് മൃഗങ്ങളുടെ വരവെപ്പോഴും കാണും ഇവിടെ ഗായ്സ്. മക്കുവള്ളി ആറ്. ഇത് നേരെ ചെന്ന് കൊമ്മങ്കൊത്തിലോട്ട് ചേരുവാണ്. കണ്ടത്തിൻ്റെ ഭാഗം. ഇവിടെയൊക്കെ വർഷങ്ങളായി ആൾക്കാർ വന്നിട്ട്. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചതല്ലായിരുന്നു. നമുക്ക് ഈ ഭാഗത്തോടെ പോകാം. ഇതാണ് ഗായ്സ് നമ്മുടെ ആറ്.
പണ്ടൊക്കെ ഞങ്ങൾ ഈ മരത്തെ കയറുമായിരുന്നു. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ആറ്. ഇത് നേരെ ഒഴുകി തൊമ്മൻകുത്തിലോട്ട്. മരത്തിൻ്റെ മികൾ ഭാഗം ഗൈസ്. ഈ മരത്തെ കൂടെയാണ് കാട്ടിൽ നിന്നും നാട്ടിലോട്ട് കുരങ്ങന്മാരും മലയണ്ണാനും ഒക്കെ കയറി വരുന്നത്. ഈ മരത്തിൻ്റെ ഇതാണ്ട ഒരു പാലം പോലെ. ഇത് വേറെ ഒരിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മരങ്ങൾ മുട്ടിയിട്ടില്ല ഗൈസ്. ഇവിടെ മാത്രമാണ്. അതിലെയാണ് കുരങ്ങും മരം കയറുന്ന എല്ലാ ജീവികളും കാട്ടിൽ നിന്ന് പറമ്പിലോട്ട് വരുന്നത്. ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള ചക്കകളും മാങ്ങയൊക്കെ പറിച്ച് തിന്നും. ഇപ്പോൾ പറമ്പ് നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വരവ് എളുപ്പമാണ് ഗായ്സ്. കൊക്കോ കൊരയെ കഴിഞ്ഞ് അനിയമ്പുള്ളി കൊക്കോയുമായിട്ട് വരുന്നുണ്ട്. ജണ്ട, പഴയ യക്ഷിപ്പാല, മഴ, ഇത് വഴി. മൂക്കും കുത്തി വീണ്ടും അയ്യോ, രണ്ടെണ്ണം പറിക്കാം. ഇപ്രാവശ്യം കുറവാണ്.